ഹായ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. എല്ലാ കൂട്ടുകാർക്കും പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോ കാണണേ, ലൈക്കും കമൻറ്റും ഷെയറും തരണേ. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതുപോലെ പച്ചടി ഉണ്ടാക്കി നോക്കണേ. ഇത് നല്ലൊരു പോഷക ഗുണമുള്ള പച്ചടിയാണ്. ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിന് ബ്ലഡ് കൂടുതലാവാനൊക്കെ സഹായിക്കുന്ന ഒരു ഇതാണ്. തൈര് നമ്മുടെ കുടലിലെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നു. അപ്പം ബീട്രൂട്ടും തൈരും കൂടെ ചേരുമ്പോൾ നമുക്ക് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ കറി തയ്യാറാക്കി നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ കടയിൽ നിന്നൊരു ബീട്രൂട്ട് വാങ്ങി പച്ചടി തയ്യാറാക്കാനൊരു ഫ്രഷ് ബീട്രൂട്ട് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് പൊളിച്ചെടുക്കാം. നല്ല സൂപ്പർ ബീട്രൂട്ട് വാങ്ങി ഇന്ന് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാനാണ് ഇത് വാങ്ങിയത്. അപ്പോൾ അതിനെ നമുക്ക് ചെത്തി അരിഞ്ഞെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ടിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് ഒരു മുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 കറിവേപ്പില തണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കത് വേവാനായിട്ട് വയ്ക്കാം. ഇത് വേവുന്നതിന് വേണ്ടി ഒരു സ്വല്പ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ അടച്ച് വേവാൻ വയ്ക്കാം. അത് നന്നായി വേവുമ്പോഴത്തേക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനകത്ത് 2 ഉള്ളിയും ഇത്തിരി ജീരകവും ചേർത്ത് കൊടുക്കാം. രണ്ട് ഉള്ളിയും ഇത്തിരി ജീരകവും ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ച് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇത്തിരി കുറവാണെന്നൊരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഭയങ്കര ലൂസാവണ്ടെങ്കിലും ഇനി നമുക്ക് തൈര് ചേർക്കാനുള്ളതാണ്. ഈ അരപ്പൊന്ന് ചൂടാകുമ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് തൈര് ചേർക്കാം. ഇപ്പം ലൂസാക്കി അതൊന്ന് അരപ്പൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് തൈര് ചേർക്കാം. അതിനുശേഷം നമുക്ക് കടുക് വറുത്തൊഴിക്കണം. ചെറിയതായിട്ടൊന്ന് തിളച്ച് വരണം. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും, സ്പൂൺ ഇട്ടടിക്കുന്നു. ഇരുമ്പെട്ടിയിൽ എപ്പോഴും സ്പൂൺ തട്ടുന്ന സൗണ്ട് കേൾക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം തടി കൊണ്ടുള്ള തവിയാണ് എടുത്തേക്കുന്നത്. കണ്ടോ, അവരുടെ കളിയാക്കൽ മാറാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നാലും അവർ പറയും പറണ്ടുന്ന സൗണ്ട് കേട്ടോ. എന്തുണ്ടാക്കിയാലും പറണ്ടുന്ന സൗണ്ടാണ് മുന്നിൽ നിൽക്കുന്നതെന്നാണ് അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ തവി പ്രത്യേകം ഇതെടുത്തത്. താമ്പട്ട് അടിച്ചാലും വലിയ സൗണ്ട് കേൾക്കത്തില്ല. നമ്മുടെ പച്ചടിയുടെ റെഡിയായി. പിന്നെ നമുക്കതിനെ വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാനുള്ള പാത്രം ഈ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം.
നമുക്ക് കടുക് വറുത്തതിലോട്ട് ഒഴിക്കണം. മുന്നെയായി നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പച്ചടിയിൽ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. കടുക് വറുക്കാൻ വെച്ച പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുത്തത്, പുളിപ്പ് കുറഞ്ഞ തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പച്ചടി നല്ല കളർഫുള്ളാണ് കാണാൻ. ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ്. അപ്പം നമ്മുടെ കടുക് വറുക്കുന്ന കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നല്ല കളർഫുള്ളുമാണ് കാണാൻ. അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. മുറിച്ചിട്ട് കൊടുക്കാം. തടിത്തവി തന്നെ ഉപയോഗിക്കാം. ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല പിങ്ക് കളറിലിരിക്കും. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് എടുത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചടി തയ്യാറായിരിക്കുകയാണ്. സൂപ്പർ പച്ചടിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല കളർഫുൾ പച്ചടിയാണ്. എല്ലാവരും ഈ പച്ചടി ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. എല്ലാവർക്കും നന്ദി.